ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മിക്ക ആളുകളും തന്നെ ദേവിയെ ആരാധിക്കുന്നു. മനസ്സറിഞ്ഞ് വിളിച്ചാൽ അമ്മ ഒരിക്കലും കൈവിടില്ല. ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ ദേവി നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്നു. നമ്മുടെ കൂടെ ദേവിയുണ്ട് എന്ന് നാം പലപ്പോഴും കാണാതെ പോകുന്നു. എന്നാൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും നാം ദേവീദേവന്മാരെ സ്വപ്നം കാണാറുണ്ട്. ദേവീദേവന്മാരെ ആരാധിക്കാതെയും നമുക്ക് സ്വപ്ന ദർശനം നടത്താറുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം മുൻ ജന്മങ്ങളിൽ നാം അവരെ പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവരുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ദേവീദേവന്മാരെ സ്വപ്നം കാണുന്നത്. ഇങ്ങനെ നാം ദേവീദേവന്മാരെ സ്വപ്നം കാണുന്നത് വളരെ ശുഭമാണ്. അതിനാൽ ദേവി നിത്യവും പ്രാർത്ഥിക്കണം എന്നാണ് ഈ സ്വപ്ന ദർശനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇത്തരം സ്വപ്നം കാണുന്നത് വളരെ ഭാഗ്യമുള്ളവരായിരിക്കും. അടുത്തത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത്. ശാസ്ത്രപ്രകാരം മനുഷ്യർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാണ് പറയാറ്. എന്നാൽ ഇന്നത്തെ കാലത്ത് പലർക്കും ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ചിലരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ശക്തിയുടെ പ്രഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ദേവിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ പതിവായി ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നുവെങ്കിൽ ദേവീക്ഷേത്ര ദർശനം നടത്തണം. ഇങ്ങനെ ചെയ്താൽ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് ദേവിയെ സ്വപ്നം കാണുന്നതും ഭാഗ്യമായാണ് കണക്കാക്കുന്നത്. അടുത്തത്, മിക്ക ആളുകളും ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ പറയുന്ന ലക്ഷണം ഉണ്ടാകാറുള്ളൂ. ഇവർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇവരുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വരുന്നു. ക്ഷേത്രത്തിലെത്തിയാൽ എന്തെന്നില്ലാത്ത സന്തോഷവും ഇവർക്കുണ്ടാകുന്നു. കൂടാതെ ചിലർക്കെങ്കിലും ഭഗവാനെയോ ഭഗവതിയോ തൊഴുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നടക്കൽ നിന്നു പോകുന്നു. ദേവീദേവന്മാരുടെ അനുഗ്രഹം കൂടുതലായി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളവർ അതീവ ഭാഗ്യശാലികളാണ്. പലർക്കും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ വിഷമം തോന്നാറുണ്ട്. എന്നാൽ ചിലർക്കാകട്ടെ എത്ര വലിയ തെറ്റ് ചെയ്താലും അതിൽ കുറ്റബോധം തോന്നാറില്ല. ദേവീദേവന്മാരുടെ സ്വാധീനം കൂടുതലായി നമ്മളിൽ ഉള്ളതിനാലാണ് ചെറിയ തെറ്റ് ചെയ്താൽ പോലും വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർ ദേവിയെയോ ഇഷ്ടദേവതനെയോ ആരാധിക്കുക. ചിലപ്പോൾ നമ്മെ ആരെങ്കിലുമൊക്കെ എപ്പോഴും നിരീക്ഷിക്കുന്നു എന്ന തോന്നൽ മനസ്സിലുണ്ടാകാറുണ്ട്. പാദസരക്കിലുക്കമോ വളക്കിലുക്കമോ കേൾക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നാം പേടിക്കുന്നു. ഏതെങ്കിലും ഒരു ശക്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ദേവി നമ്മെ നിരീക്ഷിക്കുന്നതിൻ്റെ ലക്ഷണമാണിത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചുരുക്കം ചിലർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. അങ്ങനെ കാണുന്നവർ ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. ദേവിയുടെ കൃപ എപ്പോഴും കൂടെയുണ്ടാകും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്